നമസ്കാരം. മിഡി സ്റ്റാറിലേക്ക് എല്ലാ പ്രവാസി പ്രേക്ഷകർക്കും സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരായ പ്രക്ഷോഭം തുടരുന്ന ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും. പ്രക്ഷോഭകർ ഇനിയും കൊല്ലപ്പെട്ടാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ആണവ ബാലിസ്റ്റിക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഇറാനെ അനുവദിക്കില്ലെന്നും തങ്ങളെ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും നെതന്യാഹുവും അറിയിച്ചു. ഇറാനിൽ പ്രക്ഷോഭം നടത്തുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും നെതന്യാഹു പാർലമെന്റിൽ അറിയിച്ചു. ഇറാൻ യാത്ര ഉപേക്ഷിക്കാൻ ഇന്ത്യയുൾപ്പെടെ വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. അതിനിടെ രണ്ടാംഘട്ട വെടിനിർത്തൽ സംബന്ധിച്ചുള്ള വ്യക്തത മുതലെടുത്ത് ഗസയിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. ആക്രമണത്തിൽ 3 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലബനാന് നേരെ ഇസ്രായേൽ ഇന്ന് വ്യോമാക്രമണം നടത്തി. MCA നാസർ ചെയ്യുന്നു. MCA കൂടുതൽ വിവരങ്ങൾ. ഇന്നിപ്പം ഈ വിലക്കയറ്റത്തിനും അതോടൊപ്പം തന്നെ പണപ്പെരുപ്പത്തിനും എതിരായിട്ടുള്ള പ്രക്ഷോഭം 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ഇന്നും പ്രതിഷേധ പരിപാടികൾ വ്യാപകമായി തന്നെ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ പ്രക്ഷോഭത്തെ പരമാവധി മുതലെടുക്കാനും സൈനികമായി തന്നെ ഇടപെടാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താനുമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിന്റെ മുന്നോടി എന്ന നിലയ്ക്കാണ് ഇന്നിപ്പം വീണ്ടും അതിശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ട്രംപ് ഭരണകൂടം ഇറാന് നൽകിയിരിക്കുന്നത്. ഇനിയും പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ തങ്ങൾ നോക്കി നിൽക്കുകയില്ല, ശക്തമായി തന്നെ ഇടപെടും. അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇറാന് ഇത്തരം പിന്നെ മുന്നറിയിപ്പുകളും താക്കീതുകളും ഒന്നും തങ്ങൾ പൂർണ്ണമായിട്ടും അവഗണിക്കുന്നതായിട്ട് ഇറാൻ നേതൃത്വവും പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെയാണ് ഇന്നിപ്പം ഇസ്രായേലിലെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെന്യാമിൻ നെതന്യാഹുവും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇറാന് നൽകി. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും അതോടൊപ്പം തന്നെ ആണവ പദ്ധതിയും ഇനിയും അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ അമേരിക്കയുമായി കൂടിയാലോചിച്ചും നീക്കങ്ങൾ നടത്തുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകി. അതോടൊപ്പം തന്നെ ഈ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ തന്റെ രാജ്യം വാഗ്ദാനം ചെയ്യുന്നതായിട്ട് കൂടി നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ട്രംപ് മറ്റൊരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് ഒരു തൊപ്പി ഇന്ന് പരസ്യപ്പെടുത്തുകയുണ്ടായി. ആ തൊപ്പിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇറാനെ വീണ്ടും കരുത്തുറ്റ ഒരു രാഷ്ട്രമാക്കി മാറ്റും എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് തൊപ്പിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതും വളരെ പ്രകടമായി തന്നെ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം ഈ വെനിസ്വേല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനെതിരെയും വേണ്ടി വന്നാൽ ഒരു സൈനിക നടപടിക്ക് മടിക്കുകയില്ല എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. പക്ഷേ മേഖലയിലെ അശാന്തി കൂടുതൽ ശക്തമാക്കുന്ന വിപുലീകരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അതിലൂടെ സംജാതമാവുക. എന്തായാലും നെതന്യാഹുവും ട്രംപും നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇറാനിയൻ നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തെ അതിശക്തമായി തന്നെ നിലയുറപ്പിക്കാൻ തങ്ങളുടെ സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായിട്ട് ഇറാൻ നേതൃത്വം ഏറ്റവും അവസാനമായിട്ട് ഇന്ന് വൈകിട്ട് പുറത്തിറക്കിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിലേക്കുള്ള യാത്ര നിർത്തിവെക്കാൻ പൗരന്മാരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാനിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് പരമാവധി ജാഗ്രത പുലർത്താനും ഈ പ്രക്ഷോഭം നടക്കുന്ന സ്ഥലങ്ങളിലേക്കും മറ്റും പോകുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം അമർച്ച ചെയ്യാൻ ഇറാനിയൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ ആ സന്ദർഭത്തെ പരമാവധി മുതലെടുത്തുകൊണ്ട് ആ ഈ ഒരു അവസരത്തെ ഇറാന് മേലുള്ള തങ്ങളുടെ ഒരു കടന്നാക്രമണത്തിനുള്ള ഒരു വേദിയാക്കി അമേരിക്ക മാറ്റുമെന്ന ആശങ്കയാണ് ഇതോടുകൂടി കൂടുതൽ രൂപപ്പെട്ടിരിക്കുന്നതും. ഗസയുടെ സാഹചര്യം എന്താണ്? ആക്രമണം വീണ്ടും ഇസ്രായേൽ കടുപ്പിക്കുകയാണ്. രണ്ടാം ഘട്ട ചർച്ചകൾ അതെങ്ങനെ നടക്കുന്നു? അതിലെ പ്രതീക്ഷ കഴിഞ്ഞ മാസം 29-നാണ് ഫ്ലോറിഡയിൽ വെച്ച് നെതന്യാഹുവും ട്രംപും ഗസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചർച്ച നടത്തിയത്. ഈ ജനുവരിയോടുകൂടി തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന വ്യക്തമായിട്ടുള്ള പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷെ അതിന്റെ ഏതെങ്കിലും പ്രായോഗികമായിട്ടുള്ള ഒരു ഘട്ടങ്ങളെക്കുറിച്ചോ ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും ഈ രണ്ടാം ഘട്ടത്തിൽ പ്രധാന
പ്രധാനമായിട്ടും ഊന്നൽ നൽകുക എന്നത് സംബന്ധിച്ച് ഇനിയും ചിത്രം വ്യക്തമായിട്ടില്ല. അതേസമയം ഹമാസുമായിട്ട് അനൗപചാരിക സ്വഭാവത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ചർച്ച നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരണം ആണ് ഇതിലെ ഏറ്റവും ആദ്യഘട്ടമായിട്ട് നടക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു സമിതിക്ക് രൂപം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പലസ്തീൻ അതോറിറ്റിയുമായിട്ടും ഹമാസുമായിട്ടും ഈജിപ്ത് സംഘമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ മിക്കവാറും കെയ്റോയിൽ വെച്ച് നടത്തുക എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് കൂടുതൽ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഖാൻ യൂനിസിനും അതോടൊപ്പം തന്നെ റഫക്കും നേരെയാണ് ആക്രമണം നടന്നത്. ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം ഗസയിൽ നിന്ന് റിപ്പോർട്ട് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ ജീവൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടുതൽ തീക്ഷ്ണമായി തന്നെ തുടരുകയാണ്. കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും സഹായങ്ങളും താൽക്കാലിക ടെന്റുകളും നൽകണമെന്ന ലോകത്തിന്റെ ഒന്നിച്ചുള്ള അഭ്യർത്ഥന പോലും ഇസ്രായേൽ നിരാകരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാത്രി ലെബനാന് നേരെയും വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തെക്കൻ ലെബനാനിൽ മാത്രമല്ല കിഴക്കൻ ലെബനാനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്നത്. ധന്യ. ശരി, MCA. അബുദാബിയിൽ വാഹനാപകടത്തിൽപ്പെട്ട മലയാളി കുടുംബത്തിലെ 4ാമത്തെ കുട്ടിയും മരിച്ചു. തൃപ്പനച്ചി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ മകൻ അസാമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അസാമിന്റെ 3 സഹോദരങ്ങളും അപകട സമയത്ത് തന്നെ മരിച്ചിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. ലത്തീഫും ഭാര്യയും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. പേരുകളുമായി അക്ഷയ് ചേരുന്നുണ്ട്. അക്ഷയ്, സങ്കടകരമാണ്, 5 പേർ മരിച്ചിരിക്കുന്നു അപകടത്തിൽ. അതും 4ാമത്തെ കുഞ്ഞും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? മറ്റു വിവരങ്ങളും? തന്നെ 8 വയസ്സുകാരൻ അബ്ദുൾ അസാമാണ് ഇപ്പോൾ മരിച്ചത്. അബ്ദുൾ അസാം ചികിത്സയിലായിരുന്നു. അബ്ദുൾ ലത്തീഫിനും അതുപോലെ തന്നെ റുക്സാനയ്ക്കും 3 പേർ അപകടത്തിൽ തന്നെ മരിച്ചു. അക്ഷയ്, ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്. അക്ഷയിലേക്ക് വരാം. കഴിഞ്ഞ ദിവസമാണ് ഈ അബുദാബിയിൽ വെച്ച് വാഹനാപകടം ഉണ്ടായത്. 3 കുഞ്ഞുങ്ങൾ അപകട സമയത്ത് തന്നെ മരിച്ചിരുന്നു. ചികിത്സയിലുള്ള ഒരു കുഞ്ഞുകൂടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. മാതാപിതാക്കൾ 2 പേരും തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിലാണ്. മറ്റൊന്ന് ഇവരുടെ ബന്ധുവാണ് മരണപ്പെട്ടിരിക്കുന്നത് അപകടത്തിൽ. ഗുരുതരമായിട്ടുള്ള, അതായത് ഗതാഗത നിയമലംഘനം എന്നുള്ള രീതിയിലാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. അക്ഷയ് വീണ്ടും ചേരുന്നുണ്ട്. അക്ഷയ്, തുടർന്നോളൂ. ഈ അപകടത്തിന്റെ കാരണം കൂടി വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ വിവരങ്ങൾ കൂടി. തന്നെ അബ്ദുൾ ലത്തീഫിനും അതുപോലെ തന്നെ റുക്സാനയ്ക്കും 5 മക്കളാണ്. അതിൽ 3 പേരും അപകടത്തെ തുടർന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ 4ാമത്തെ കുഞ്ഞുകൂടി മരണപ്പെടുക എന്ന് പറയുന്നത് ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇതിൽ അബ്ദുൾ ലത്തീഫും അതുപോലെ തന്നെ ഭാര്യ റുക്സാനയും ഒരു കുഞ്ഞും ഇപ്പോൾ അബുദാബിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് UAE സ്കൂളുകൾ തുറന്നു. ഒരു മാസത്തെ ശൈത്യകാല അവധിക്ക് ശേഷമാണ് സ്കൂളുകൾ തുറന്നത്. ഈ കുഞ്ഞു മക്കളും ഇന്ന് സ്കൂളുകളിലേക്ക് പോകേണ്ടിയിരുന്നതായിരുന്നു. അതിനിടയിലാണ് നിലച്ചിരിക്കാതെ ഈ ഒരു അപകടം സംഭവിച്ചത്. ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൽ ബുഷറയുടെ മൃതദേഹം ഇന്ന് രാത്രി ഷാർജ എയർപോർട്ടിൽ നിന്ന് എയർ അറേബ്യ ഫ്ലൈറ്റിൽ കോഴിക്കോട്ടേക്ക് എത്തിക്കും. ഇവരുടെ ഖബറടക്കം നാളെ കോഴിക്കോട് വെച്ച് നടക്കും. ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം UAE തന്നെ ഖബറടക്കും എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവർ ദുബൈയിലാണ് കഴിഞ്ഞ 17 വർഷമായി അബ്ദുൾ ലത്തീഫും അതുപോലെ തന്നെ റുക്സാനയും കുടുംബവും താമസിച്ചിരുന്നത്. ഇതിൽ 2 പേരും UAE സംരംഭകരാണ്. ഇതിൽ അബുദാബി ലിവ ഫെസ്റ്റിവലിന് പോയി മടങ്ങി വരുന്ന വഴിയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തന്നെ. ശരി, അക്ഷയ്. മദീനയിൽ മലപ്പുറം സ്വദേശികളായ 4 മലയാളികളുടെ മരണത്തിന് കാരണമായത് റോഡിന് കുറുകെ ട്രെയിലർ നീങ്ങിയതെന്ന് ട്രാഫിക് പോലീസ് റിപ്പോർട്ട്. ട്രെയിലർ റോഡിന് കുറുകെ തെന്നി നീങ്ങി മലയാളികൾ സഞ്ചരിച്ചിരുന്ന ഈ കാറിൽ ഇടിക്കുകയായിരുന്നു. വെള്ളില സ്വദേശികളായ ജലീൽ, ഭാര്യ, മകൻ, മാതാവ് എന്നിവരാണ് മരിച്ചിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ഒരു കുട്ടിയുടെ നില അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ഗുരുതരമായി തുടരുകയാണ്. പോലീസ് റിപ്പോർട്ട് പ്രകാരം മലപ്പുറം വെള്ളില സ്വദേശി നടുവത്ത് കളത്തിൽ ജലീൽ സഞ്ചരിച്ച വാഹനം റോഡിന്റെ നടുവിലെ ട്രാക്കിലായിരുന്നു. ഇവരുടെ മുന്നിലുണ്ടായിരുന്നത് പുല്ല് കൊണ്ടുപോകുന്ന ട്രെയിലറാണ്. ഇത് വേഗത കുറഞ്ഞ വലത്തേയറ്റത്തെ ട്രാക്കിലെന്നും
പൊടുന്നനെ റോഡിന് കുറുകെ നീങ്ങി. ഇതാണ് അപകട കാരണമെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. കാർ ഇക്കാരണം വിധം തകരാൻ കാരണമായതും അതാണ്. ജലീലും കുടുംബവും സഞ്ചരിച്ച ഷെവർലെ താഹോ കാർ നേരായ ദിശയിലായിരുന്നു എന്നും ട്രെയിലറിന്റെ പിഴവാണ് അപകട കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നതായി മദീനയിലെ സാമൂഹ്യ പ്രവർത്തകരും അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലാണ് ജലീലും ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മകനും മാതാവും വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. 3 മക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മദീന ഭാഗത്തു നിന്നും ജിദ്ദയിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ. അപകടത്തിൽ പരിക്കേറ്റ 3 മക്കളിൽ 9-കാരന്റെ നില 12 മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷവും ഗുരുതരമായി തുടരുകയാണ്. 7 വയസ്സുള്ള കുട്ടി ആശുപത്രി വിട്ടിട്ടുണ്ട്. 15 വയസ്സുള്ള പെൺകുട്ടിക്ക് കാലിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെങ്കിലും സുഖം പ്രാപിച്ചു വരികയാണ്. മരിച്ചവരുടെ മയ്യത്തുകൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. കബറടക്കത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. എങ്കിലും സമയവും സ്ഥലവും സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാനുള്ള ഒരുക്കത്തിലാണ് KMCCയുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘവും കുടുംബവും. ജലീലിന്റെ നാട്ടിലുണ്ടായിരുന്ന 2 മക്കൾ, സഹോദരിമാർ എന്നിവർ ഉൾപ്പെടെ 6 പേർ നാട്ടിൽ നിന്നും മദീനയിലെത്തിയിട്ടുണ്ട്. ദാരുണമായ അപകടത്തിൽപ്പെട്ടവർക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് പ്രവാസി സമൂഹം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദിയിൽ ഒട്ടകങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാനായി പ്രത്യേക പാലങ്ങൾ നിർമ്മിക്കുന്നു. ഒട്ടകങ്ങൾ ഉൾപ്പെടെ മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് 400-ലേറെ അപകടങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ പദ്ധതി. സൗദിയിലെ മരുഭൂമി പ്രദേശങ്ങളിൽ ഒട്ടകങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രത്യേക ക്രോസിംഗുകൾ. സൗദിയിലെ ദീർഘദൂര ഹൈവേകളിൽ ഒട്ടകങ്ങൾ റോഡിന് കുറുകെ കടക്കുന്നത് സാധാരണ കാഴ്ചയാണ്. റോഡിന് മുകളിലൂടെയോ പാലം വഴിയോ താഴെ പ്രത്യേക തുരങ്കങ്ങളിലൂടെയോ ഇരുവശങ്ങളിലും വേലികെട്ടിയോ ആയിരിക്കും ഒട്ടകങ്ങൾക്കായി പ്രത്യേക ക്രോസിംഗ് സംവിധാനം. ചില പ്രദേശങ്ങളിൽ ക്യാമറകളും സെൻസറുകളും സ്ഥാപിക്കും. ഇതിനു പുറമെ അറബിക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രത്യേക സൈൻ ബോർഡുകളും ഉണ്ടാകും. ഒട്ടകം ഉൾപ്പെടെ മൃഗങ്ങൾ റോഡിന് കുറുകെ ചാടി കഴിഞ്ഞ വർഷം മാത്രമുണ്ടായത് 426 അപകടങ്ങളാണ്. ഇതിൽ 5 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഖത്തർ ജനസംഖ്യയിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് 2% വളർച്ച. നാഷണൽ പ്ലാനിംഗ് കൗൺസിലാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ അഭിവൃദ്ധി അടയാളപ്പെടുത്തുന്നതാണ് ജനസംഖ്യാ വളർച്ച. 2025 ഡിസംബറിൽ 32,14,609 ഖത്തറിലെ ജനസംഖ്യ. മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ജനസംഖ്യാ നിരക്കിൽ 2.3% വർധനയുണ്ടായി. വിവിധ മേഖലകളിൽ പ്രൊഫഷണൽ ജീവനക്കാരുടെ ആവശ്യകത, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാണ് വളർച്ചയ്ക്ക് കാരണമായത്. പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഖത്തറിൽ ജനസംഖ്യ കണക്കാക്കുന്നത്. ആകെ ജനസംഖ്യയുടെ 10 മുതൽ 12% വരെയാണ് ഖത്തറി പൗരന്മാർ. ബാക്കി 80%-ലേറെ പ്രവാസികളാണ്. ഇന്ത്യക്കാരാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം. കഴിഞ്ഞ വർഷം തുടക്കത്തിലെ കണക്കുപ്രകാരം 8.35 ലക്ഷം ഇന്ത്യക്കാരാണ് ഖത്തറിൽ തൊഴിലെടുക്കുന്നത്. മീഡിയ 1, ദോഹ. പൗരത്വ അപേക്ഷകർക്കും പൗരത്വം പിൻവലിക്കാനും പുതിയ ഫീസ് ഏർപ്പെടുത്തി ഒമാൻ. പൗരത്വത്തിനായുള്ള അപേക്ഷ ഫീസ് 600 റിയാലിനും പൗരത്വ ഉപേക്ഷിക്കലിന് 200 റിയാലുമാണ് പുതിയ ഫീസ്. ഒമാൻ പൗരത്വത്തിനുള്ള അപേക്ഷകൾക്ക് പുതിയ ഫീസ് ഘടനയാണ് പ്രഖ്യാപിച്ചത്. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ഒമാനി പൗരത്വം ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് ഫീസ് 600 റിയാലായി നിശ്ചയിച്ചിട്ടുണ്ട്. ഒമാനി പൗരന്മാരെ വിവാഹം കഴിച്ച വിദേശ സ്ത്രീകൾ, ഒമാനികളുടെ വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ ഇണകൾ, ഒമാനി സ്ത്രീകളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നിവർ സമർപ്പിക്കുന്ന അപേക്ഷകൾക്കും ഇതേ ഫീസ് ബാധകമാകും. ഒമാനി പൗരത്വം പിൻവലിക്കുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ ഉള്ള അപേക്ഷകൾക്ക് 200 റിയാലായിരിക്കും ഫീസ്. പുതിയ ഫീസ് ഘടന ജനുവരി 4 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം പൗരത്വ നിയമത്തിൽ ഒമാൻ കൂടുതൽ കർശന വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തിരുന്നു.
രാജ്യത്ത് കുറഞ്ഞത് 15 വർഷം തുടർച്ചയായി താമസിക്കുന്നവരായിരിക്കണം. അറബി ഭാഷയിൽ എഴുതാനും സംസാരിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടാകണം. നല്ല പെരുമാറ്റത്തിനുള്ള സാക്ഷ്യപത്രം എന്നിവയും വിദേശികൾക്ക് പൗരത്വം ലഭിക്കാൻ അനിവാര്യമാണ്. പൗരത്വാപേക്ഷയിൽ തെറ്റായ വിവരങ്ങളോ വ്യാജരേഖകളോ സമർപ്പിച്ചതായി കണ്ടെത്തിയാൽ കഠിന ശിക്ഷയും നേരിടേണ്ടി വരും. മീഡിയ 1, മസ്കത്ത്. സൗദിയുടെ വടക്കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ തണുപ്പ് ശക്തമായി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റും മഴയും തുടരും. പൊടിക്കാറ്റുള്ള സ്ഥലങ്ങളിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ജോർദാനും ഇറാഖും അതിർത്തി പങ്കിടുന്ന വടക്കുകിഴക്കൻ പ്രദേശങ്ങളാണ് കടുത്ത തണുപ്പിലേക്ക് മാറിയത്. തുറൈഫ്, റഫ, അറാർ എന്നിവിടങ്ങളിൽ 1 ഡിഗ്രിയും ഹഫ്രൽ ബാത്തിൻ, കുറയാത്ത് എന്നിവിടങ്ങളിൽ 2ഉം 3ഉമാണ് ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ താപനില. അൽജൌഫ്, ഹായിൽ, കമീസ് മുഷൈദ്, അബഹ എന്നിവിടങ്ങളിലും തണുപ്പ് ശക്തമാകുന്നുണ്ട്. പലയിടങ്ങളിലും താപനില 0-ലേക്ക് താഴുകയാണ്. സൗദിയുടെ വിവിധയിടങ്ങളിൽ പൊടിക്കാറ്റും മഴയും തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മക്കയുടെ ഹൈറേഞ്ച് മേഖലകളിലും അൽബഹയുടെ വിവിധ പ്രദേശങ്ങളിലുമാണ് നേരിയതും മിതമായതുമായ മഴയെത്തുക. ജീസാൻ, ഹായിൽ, തബൂക്ക്, റിയാദ്, മദീന തുടങ്ങിയ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ കനത്ത തണുപ്പ് തുടരുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാർഷിക മരുഭൂമി പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും ബുധനാഴ്ച വരെ ഈ സാഹചര്യം തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ദീരാർ അൽ-അലി വ്യക്തമാക്കി. രാജ്യം ഉയർന്ന മർദ്ദ സംവിധാനത്തിന്റെ സ്വാധീനത്തിലാണെന്നും തീരപ്രദേശങ്ങളിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുമെന്നും അദ്ദേഹം പറഞ്ഞു. താപനില പരമാവധി 14 മുതൽ 17 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞത് 1 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. കുവൈത്തിൽ കാലാവസ്ഥ ശക്തമായ ശൈത്യത്തിലേക്ക് വഴിമാറിയതോടെ ചാർക്കോൾ വിപണി സജീവമായി. തണുപ്പ് കൂടുകയും ക്യാമ്പിംഗ് സീസൺ സജീവമാവുകയും ചെയ്തതോടെ വിൽപ്പന 75% വർദ്ധിച്ചതായി വ്യാപാരികൾ അറിയിച്ചു. ശൈത്യകാലത്ത് പ്രതിദിനം 150 മുതൽ 250 ചാക്ക് വരെ ചാർക്കോൾ വിൽപ്പന നടക്കുന്നുണ്ടെന്നും തണുപ്പ് ശക്തമാവുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഇനിയും ഉയരുമെന്നുമാണ് വിപണിയിലെ വിലയിരുത്തൽ. ക്യാമ്പ് ഫയർ ഇല്ലാതെ ശൈത്യകാല ക്യാമ്പിംഗ് അപൂർണമാണെന്നും ഉപഭോക്താക്കൾ പറയുന്നു. സൗദിയിലെ റിയാദിൽ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ വേഗത വർദ്ധിച്ചതായി കണക്കുകൾ. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് സെന്ററാണ് കണക്കുകൾ പുറത്തുവിട്ടത്. പദ്ധതികൾ നടപ്പിലാക്കാൻ 34 ദിവസം നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ നിലവിൽ അത് 26 ദിവസമായി കുറഞ്ഞുവെന്നാണ് കണക്ക്. റോഡുകൾ, പാലങ്ങൾ, ജലവിതരണ സംവിധാനം, വൈദ്യുതി, ടെലികമ്മ്യൂണിക്കേഷൻ, മലിനജല ശുചീകരണ സംവിധാനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന പദ്ധതികളുടെ വേഗത വർദ്ധിച്ചുവെന്നാണ് കണക്ക്. റിയാദ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് സെന്ററാണ് കണക്കുകൾ പുറത്തുവിട്ടത്. അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പൂർത്തിയാക്കാൻ 2024 34 ദിവസം വേണ്ടി വന്നിരുന്നു. എന്നാൽ 2025 26 ദിവസങ്ങളായി ഇത് കുറക്കാൻ കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ സഹകരണം, അധിക ജോലി തുടങ്ങിയവയാണ് നേട്ടത്തിന് കാരണം. മേഖലയിലെ വികസനങ്ങൾക്കായി അനുവദിച്ച ലൈസൻസുകളുടെ എണ്ണത്തിലും വർധനവാണ്. 2024 1,50,000 ലൈസൻസുകളിൽ നിന്ന് കഴിഞ്ഞ വർഷമായതോടെ 1,95,000 ലൈസൻസുകളായി ഉയർന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കാരവാനുകൾക്കും വിനോദ ബോട്ടുകൾക്കും ദുബായ് നിരത്തുകളിൽ ഇനി സുരക്ഷിത താവളം. എമിറേറ്റിന്റെ നഗര സൗന്ദര്യം നിലനിർത്തുന്നതിനും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി RTA അൽ റുവായ യാർഡ് പാർക്കിംഗ് പദ്ധതിക്ക് തുടക്കമിട്ടു. സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്താകും. ദുബൈയിലെ താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആശ്വാസകരമാകുന്ന നീക്കവുമായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. കാരവനുകൾ, ബോട്ടുകൾ, ജെറ്റ് സ്കീകൾ, ട്രെയിലറുകൾ, ഫുഡ് വെൻഡിംഗ് വാഹനങ്ങൾ എന്നിവയ്ക്കായി സമഗ്രമായ പാർക്കിംഗ് സൗകര്യമൊരുക്കുന്ന അൽ റുവായ യാർഡ് പദ്ധതിക്ക് RTA തുടക്കം കുറിച്ചു. നഗരത്തിന്റെ ക്രമീകരണം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം റോഡ് സുരക്ഷയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് RTAയിലെ കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് സർവീസ് സെക്ടർ CEO അബ്ദുൾ യൂസഫ് അൽ-അലി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ദുബൈയിലുടനീളം 335 പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുന്നത്. സുഗമമായ ഗതാഗതവും മികച്ച പാർക്കിംഗ് സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എമിറേറ്റിന്റെ സുസ്ഥിര വികസനത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി മുതൽക്കൂട്ടാകും. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും താമസ മേഖലകളിലേക്കുമുള്ള പ്രവേശനം എളുപ്പമാക്കും വിധമാണ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1, ദുബൈ. അബുദാബി മുസഫയിൽ പൊതു പാർക്കിംഗിന് ഫീസ് ഈടാക്കുന്നു. മണിക്കൂറിന് 2 ദിർഹമാണ് ഈടാക്കുക. ജനുവരി 12 മുതൽ പെയ്ഡ് പാർക്കിംഗിന്റെ ആദ്യഘട്ടം നിലവിൽ വരുമെന്ന് ക്യൂ മൊബിലിറ്റി അറിയിച്ചു.
പ്രദേശത്തെ തിരക്ക് നിയന്ത്രിക്കാനും ഗതാഗതം സുഗമമാക്കുന്നതിന്റെയും ഭാഗമായാണ് പെയ്ഡ് പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. M1, M2, M3, M4, M24 എന്നിവിടങ്ങളിലായി 4680 പെയ്ഡ് പാർക്കിംഗ് ഇടങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വെനസ്വേലൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങളെ ബഹുമാനിക്കണമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും പൗരന്മാരുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകണമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഗോളതലത്തിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒമാൻ പൂർണ്ണ പിന്തുണ അറിയിച്ചു. സാമ്പത്തിക നിക്ഷേപ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഖത്തർ സൗദി ധനമന്ത്രിമാർ. ദോഹയിലായിരുന്നു ഖത്തർ മന്ത്രി അലി ബിൻ അഹമ്മദ് അൽ കുവാരിയും സൗദി മന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ജദാനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഉഭയകക്ഷി വിഷയങ്ങളും ചർച്ചയായി. രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ അതിവേഗ ഇലക്ട്രിക് റെയിൽ അടക്കമുള്ള പദ്ധതികൾ ഈയിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. സൗദിയിൽ വ്യാജ ടാക്സി സർവീസുകൾക്കെതിരെ പരിശോധന ശക്തമാക്കി. ഗതാഗത അതോറിറ്റിയുടെ അനുമതിയില്ലാതെ സർവീസ് നടത്തിയ 1500 നിയമലംഘകർ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിയിലായി. പിടിയിലാകുന്നവർക്ക് 11,000 മുതൽ 20,000 റിയാൽ വരെയാണ് പിഴ. വ്യാജ ടാക്സി സർവീസുകൾക്കെതിരെ പരിശോധന ശക്തമാക്കി സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിൽ നിരവധി പേർ പിടിയിലായതായി അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ലൈസൻസ് നേടാതെ ഗതാഗത പ്രവർത്തനം നടത്തിയതിന് 1457 പേരെയും അനധികൃത വാഹനങ്ങളിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റിയതിന് 844 പേരെയും പിടികൂടി. ഇവർക്ക് 11,000 മുതൽ 20,000 റിയാൽ വരെ പിഴ ചുമത്തി. നിയമലംഘനം ആവർത്തിക്കുന്നവരുടെ വാഹനങ്ങൾ 25 മുതൽ 60 ദിവസത്തേക്ക് കണ്ടുകെട്ടുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വാഹനോടമകൾ നിയന്ത്രണങ്ങളും ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഗതാഗത സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിശോധന ക്യാമ്പയിൻ. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിൽ 2025 വിവിധ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് നാടുകടത്തിയത് 39,487 പ്രവാസികളെ. മയക്കുമരുന്ന് ഉപയോഗം അടക്കമുള്ള നിയമലംഘനങ്ങളിലാണ് നടപടി. പൊതുസുരക്ഷയും സാമൂഹ്യ സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി അധികൃതർ സ്വീകരിച്ച കർശന സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് നാടുകടത്തൽ നടപടികൾ. ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ ഇൻഡസ്ട്രി 12 വ്യാവസായിക പ്ലോട്ടുകൾ അടച്ചുപൂട്ടി. ഉപഭോക്തൃ കരാർ നിബന്ധനകളുടെ ഗുരുതര ലംഘനം, നിശ്ചിത സമയത്തിനുള്ളിൽ പദ്ധതി പ്രവർത്തനം ആരംഭിക്കാത്തത്, അനുമതിയില്ലാതെ പ്രവർത്തനം മാറ്റിയത് എന്നിവയാണ് കുറ്റങ്ങൾ. ക്രമക്കേടുകൾ പരിഹരിക്കാൻ പരമാവധി 1 മാസം സമയം അനുവദിച്ചു. ഖത്തറിൽ നികുതി വെട്ടിപ്പ് നടത്തിയ വിൽപ്പനയ്ക്ക് വെച്ച 5000-ലേറെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഖത്തർ ജനറൽ ടാക്സ് അതോറിറ്റിയുടേതാണ് നടപടി. പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. എക്സൈസ് നികുതി നിയമം വെട്ടിച്ച് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അംഗീകൃത ടാക്സ് സ്റ്റാമ്പ് ഇല്ലാതെയും വിൽപ്പനയ്ക്ക് വെച്ച ഉൽപ്പന്നങ്ങളാണ് ഖത്തർ ടാക്സ് അതോറിറ്റി പിടിച്ചെടുത്തത്. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങളുടെ ഉടമകൾക്കെതിരെ നിയമ നടപടി ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ പുകയില നിയന്ത്രണ ചട്ടക്കൂടുകൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. സിഗരറ്റുകളോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ധരീബ പ്ലാറ്റ്ഫോമിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. രാജ്യത്തിനകത്ത് എക്സൈസ് സ്റ്റാമ്പില്ലാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനോ വിതരണം ചെയ്യാനോ പാടില്ലെന്നും ടാക്സ് അതോറിറ്റി അറിയിച്ചു. മീഡിയ 1, ദോഹ. എയർ ഇന്ത്യ എക്സ്പ്രസ് മാർച്ച് മാസത്തിൽ ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു. സർവീസുകൾ ആഴ്ചയിൽ 7 വർദ്ധിപ്പിക്കും. ഏപ്രിൽ മാസം മുതൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ബഹ്റൈനിൽ നിന്ന് ആഴ്ചയിൽ 2 സർവീസ് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസ് വാർഷിക ദിനം ആഘോഷിച്ചു. നിസോയിലെ സുൽത്താൻ ഖാബൂസ് അക്കാദമി ഓഫ് പോലീസ് സയൻസിൽ നടന്ന ചടങ്ങിൽ റോയൽ കോർട്ട് മന്ത്രി സയ്യിദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ പരിശീലനം നേടിയ നിരവധി ബാച്ചുകളിലെ കേഡറ്റ് ഓഫീസർമാർ ബിരുദം ഏറ്റുവാങ്ങി. ബഹ്റൈൻ, ജിബൂട്ടി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. സൈനിക പരേഡുകൾ, മികച്ച ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് വിതരണം, വിശ്വാസപ്രതിജ്ഞ എന്നിവ നടന്നു. സൗദിയിലെ ട്രേഡിംഗ് രംഗത്തെ പ്രമുഖരായ ട്രസ് ഹോൾഡിംഗ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭത്തിന് സൗദിയിൽ തുടക്കമായി. ഭക്ഷ്യേതര മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖലയായ ട്രസ്റ്റ് ലൈന് ഗ്രൂപ്പ് തുടക്കം കുറിച്ചു. സൗദിയിലെ മുഴുവൻ നഗരങ്ങളിലും ട്രസ്റ്റ് ലൈനിന്റെ സേവനം ലഭ്യമാക്കും.
രംഗത്ത് 2 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ബിസിനസ് ഗ്രൂപ്പാണ് ട്രസ്റ്റ് ഹോൾഡിംഗ് കമ്പനി. ഗ്രൂപ്പിന് കീഴിൽ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തെ പുതിയ ചുവടുവയ്പ്പാണ് ട്രസ്റ്റ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. ജിദ്ദയിലെ അൽ ഖുംറയിൽ കമ്പനിയുടെ ഉദ്ഘാടനം ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഷമീർ പറവട്ടി നിർവഹിച്ചു. റിയാദ്, ജിദ്ദ, ദമാം, ബുറൈദ, ഖമീസ് മുഷൈദ്, ജീസാൻ, മദീന തുടങ്ങി സൗദിയുടെ പ്രധാന നഗരങ്ങളിലെല്ലാം സേവനമെത്തും. പ്രമുഖ ബ്രാൻഡുകളുടെ ഫുഡ്, നോൺ ഫുഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരത്തോടെ ഇതിനായി വെയർ ഹൌസുകൾ ഒരുക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ തുടക്കം കുറിച്ച ദൂറസൗദ് എന്ന കമ്പനി 2018 ദുബായിലും 2025 GCCയിൽ എല്ലാ രാജ്യങ്ങളിലും ട്രസ്റ്റ് ഹോൾഡിംഗ് ഗ്രൂപ്പിന്റെ കീഴിൽ നമ്മളെ കമ്പനി ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്ത ഒരു ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ട്രസ്റ്റ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന കമ്പനി രൂപം കൊടുത്ത് ദുബായിലും ഇന്ന് സൗദി അറേബ്യയിലും തുടക്കം. രാജ്യത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കമ്പനിക്കാവും. ചെറുകിട വൻകിട വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുക ലക്ഷ്യമിട്ടാണ് പദ്ധതി. GRB, സോനാസ്, കീർത്തി നിർമ്മൽ, കരിക്ക് തുടങ്ങി നിരവധി പ്രധാന ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് ഗ്രൂപ്പ്. പാൻ KSA ലെവലിലാണ് നമ്മൾ ഈ ട്രസ്റ്റ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഓൾറെഡി ജിദ്ദയിൽ കമ്പനീൻ്റെ വണ്ടികൾ ഓടി തുടങ്ങി, ദമാം സ്റ്റാർട്ടായി, റിയാദ് സ്റ്റാർട്ടായി. അപ്പോൾ ഒരു പാൻ KSA ലെവലിലാണ് ട്രസ്റ്റ് ലൈൻ്റെ ഓപ്പറേഷൻസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള ഫുഡുകളായിട്ട് പിന്നെ മാർക്കറ്റിൻ്റെ താഴെ തട്ട് തൊട്ടിട്ട്, അതായത് ജനറൽ ട്രേഡ് തൊട്ടിട്ട് അതിൻ്റെ മേലേക്ക് കമ്പനി സെർവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കാറ്റർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല പേരും പെരുമയുള്ള ബ്രാൻഡുകളായിട്ടൊക്കെ കമ്പനി ഓൾറെഡി സൈൻഡ് ആണ്. ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഹോൾസെയിൽ, ഇന്റർനാഷണൽ ട്രേഡ്, ലോജിസ്റ്റിക് സർവീസ് എന്നീ സേവനങ്ങളും ദുബായ് കേന്ദ്രീകരിച്ച GCC രാജ്യങ്ങളിൽ കമ്പനി നടത്തുന്നുണ്ട്. ട്രസ്റ്റ് ഹോൾഡിംഗ് സൗദി ബിസിനസ് ഓപ്പറേഷൻ ജനറൽ മാനേജർ രഞ്ജിത്ത്, കൺട്രി ബ്രാൻഡ് ഹെഡ് റിൻഷിദ് സൂഫിയാൻ, HR ആൻഡ് അഡ്മിൻ ജനറൽ മാനേജർ ഷാഹിദ്, കൺട്രി ഫിനാൻസ് മാനേജർ തുഫൈൽ, ഓപ്പറേഷൻ മാനേജർ വെയർഹൌസ് ആൻഡ് ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഡാനിഷ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1, ജിദ്ദ. UAE ചന്ദ്രാപിന്നി നിവാസികളുടെ കൂട്ടായ്മയായ തട്ടകം UAE കമ്മിറ്റിയുടെ 10ാമത് വാർഷികാഘോഷം നടന്നു. ആരവം എന്ന പേരിൽ അജ്മാൻ കോസ്മോപൊളിറ്റൻ സ്കൂളിൽ വെച്ചാണ് പരിപാടി നടന്നത്. സിനിമാ താരം ഷംന കാസിം, മോട്ടോക്രോസ് ചാമ്പ്യൻ CD ജിനൻ എന്നിവർ മുഖ്യാതിഥിയായി. മറ്റു ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ഒമാനിൽ മൊബൈൽ ഫോൺ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ വൻ വർധന. 2025 നവംബർ അവസാനത്തെ കണക്കനുസരിച്ച് മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 80 ലക്ഷം കടന്നു. കുവൈത്തിൽ നിയമവിരുദ്ധ പണ കൈമാറ്റ കേസിൽ 8 പ്രവാസികൾക്ക് 3 വർഷം തടവ്. അനധികൃത പണ കൈമാറ്റ സംവിധാനത്തിലാണ് ഈജിപ്തുകാരും ഇറാഖികളും ഉൾപ്പെട്ട സംഘം പ്രവർത്തിച്ചിരുന്നതെന്ന് കോടതി. UDF തൃശൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ VT ചന്ദ്രമോഹനും പോറ്റിയെ കേറ്റിയെ വൈറൽ ഗാനം എഴുതിയ GP കുഞ്ഞബ്ദുള്ളയ്ക്കും സ്വീകരണം. ദുബായ് പ്രിയദർശിനി സാംസ്കാരിക സംഘടനയാണ് സ്വീകരണമൊരുക്കിയത്. മരുഭൂമിയിൽ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ച ക്യാമ്പുകൾ നീക്കം ചെയ്ത് ഖത്തർ പരിസ്ഥിതി മന്ത്രാലയം. ക്യാമ്പുകൾ സജ്ജമാക്കും മുൻപ് ഉടമകൾ നിർബന്ധമായും ലൈസൻസ് എടുക്കണം. UAEയിലെ അലൈനിൽ ബാർബിക്യൂവിന് നിരോധനം. ജബൽ ഹഫീത്തിലെ വിവിധ പാർക്കിംഗ് ഏരിയകളിലാണ് നിരോധനം. നിയമലംഘകർക്ക് 4000 ദിർഹം വരെ പിഴ നൽകേണ്ടി വരും. UAEയിലെ കോളേജ് അലൂമിനികളുടെ കൂട്ടായ്മയായ അക്കാഫ് ഇവന്റ്സ് സംഘടിപ്പിക്കുന്ന അക്കാഫ് പ്രൊഫഷണൽ ലീഗ് ജനുവരി 11 ആരംഭിക്കും. സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനവും ട്രോഫി അനാവരണവും ദുബൈയിൽ നടന്നു. 32 മെൻസ് ടീമുകളും 6 വനിതാ ടീമുകളുമാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. പ്രവാസത്തിന്റെ തിരക്കുകൾക്കിടയിലും ക്രിക്കറ്റ് ആവേശത്തിന് ഒട്ടും മങ്ങലേൽക്കാതെയാണ് UAEയിലെ കോളേജ് അലുമിനികളുടെ കൂട്ടായ്മയായ അക്കാഫ് APL ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 11 മുതൽ ഫെബ്രുവരി 15 വരെ നടക്കുന്ന ടൂർണമെന്റിന് മുന്നോടിയായാണ് ടീമുകളുടെ ജേഴ്സി പ്രകാശനവും ട്രോഫി അനാവരണവും നടന്നത്. UAE വനിതാ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും ECB ഡെവലപ്മെന്റ് ഓഫീസറുമായ ഛായ മുഗൾ, പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ KR നായർ, മുൻ കേരള രഞ്ജിത്താരും സോണി ചെറുവത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കഴിഞ്ഞ 4 സീസണുകളുടെ വിജയമാണ് 5ാം സീസണിലേക്ക് കടക്കാൻ പ്രചോദനമായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 100 ബാൾ ഫോർമാറ്റിലെ ആദ്യമായിട്ട് UAEയിൽ ഒരു ക്രിക്കറ്റ് ഫോർമാറ്റ് ഉണ്ടാക്കുന്നത് ഈ അക്കാഫ് ആണ്. ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഓരോ വർഷവും നമ്മൾ
ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മളിത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ 32 കോളേജുകൾ ഫസ്റ്റ് കം ഫസ്റ്റ് ഞങ്ങൾ കളിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത്, അത് തന്നെയാണ് ഞങ്ങളുടെ വിജയവും. മീഡിയ വൺ ആണ് ടൂർണമെന്റിന്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ണർ. ചടങ്ങിൽ അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ, APL ജനറൽ കൺവീനർ രാജാറാം ഷാ തുടങ്ങി നിരവധി പേർ പങ്കാളികളായി. മീഡിയ വൺ, ദുബായ്.